രാജ്യവും സംസ്ഥാനവും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സ്പീക്കർ ഷംസീർ അമേരിക്കയ്ക്ക് കടന്നുകളഞ്ഞിരിക്കുകയാണ്. ചിക്കാഗോയിൽ നടക്കുന്ന പാർലമെൻ്ററി രംഗവുമായിട്ടുള്ള 2 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് സ്പീക്കർ കുടുംബസമേതം ചിക്കാഗോയിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ് സ്പീക്കറും കുടുംബവും ഖത്തറിലെ ദോഹയിലേക്ക് പറന്നത്. ദോഹയിൽ നിന്ന് രാവിലെ 8 മണിയോടെ ചിക്കാഗോയിലേക്ക് തിരിക്കും. ഖത്തർ എയർവേയ്സ് വിമാനത്തിലാണ് യാത്ര. 350-ലേറെ പേർ മരിക്കുകയും 200-ലേറെ പേരെ കാണാതാവുകയും ചെയ്ത വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിൽക്കുമ്പോൾ സ്പീക്കർ കുടുംബവും ഒന്നിച്ച് വിദേശത്തേക്ക് യാത്ര പോയത് ശരിയായില്ലെന്ന വിമർശനം സർക്കാർ തലത്തിലും CPM-ലും ശക്തിപ്പെടുകയാണ്. ദുരന്ത സമയമായതിനാൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും സ്പീക്കറുടെ ഈ സമയത്തെ വിദേശയാത്രയെപ്പറ്റി പ്രതിപക്ഷത്തിനും ശക്തമായ വിമർശനമുണ്ട്. സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിലുള്ള ഔദ്യോഗിക പരിപാടിയാണെന്നാണ് സ്പീക്കറുടെ ഓഫീസിൻ്റെ വിശദീകരണം. എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഔദ്യോഗിക പരിപാടികൾക്കായി വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങേണ്ടതുണ്ട്. എന്നാൽ അമേരിക്കൻ പര്യടനത്തിനായി യാത്ര തിരിച്ചിരിക്കുന്ന ഷംസീർ വിദേശകാര്യ വകുപ്പിൽ നിന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നേടിയിട്ടില്ല. ഇക്കാര്യം സ്പീക്കറുടെ ഓഫീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ടിക്കറ്റും താമസവും മറ്റും പരിപാടിയുടെ സംഘാടകർ തന്നെയാണ് നൽകുന്നത്. സർക്കാർ പണം ചെലവാക്കാത്തത് കൊണ്ടാണ് ഔദ്യോഗിക യാത്രയായിട്ടും പൊളിറ്റിക്കൽ ക്ലിയറൻസ് എടുക്കാതിരുന്നതെന്നാണ് വിശദീകരണം. വെള്ളിയാഴ്ച സ്പീക്കർ ചൂരൽമലയും മുണ്ടക്കയും അടക്കമുള്ള ദുരന്ത സ്ഥലങ്ങളും മേപ്പാടിയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച് ആശ്വാസം പകർന്ന ശേഷമാണ് വിദേശത്തേക്ക് പോയതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വിശദീകരിക്കുന്നത്. പിന്നിനി എന്തു വേണം? അവിടെ എത്തി എല്ലാവരെയും ആശ്വസിപ്പിച്ചു. അവിടെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം ബാക്കിയുള്ളവർക്കറിയാമല്ലോ. പോയൊരു പ്രകടനം നടത്തി തിരികെ പോവുകയും ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ്റെ നിര്യാണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലയും ചെറുമകനും ഒന്നിച്ച് നോർവേ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോയത് അന്ന് വിമർശിക്കപ്പെട്ടിരുന്നു. കോടിയേരിയുടെ ചിത കത്തിച്ചതിന് പിന്നാലെ കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം മുഖ്യമന്ത്രിയും കുടുംബവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു. പരസ്യമായി പറയാൻ ധൈര്യപ്പെട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖർക്ക് വിയോജിപ്പ് ഉണ്ടായിരുന്നു. പിണറായിയെ ഭയന്ന് ആ നേതാക്കന്മാരാരും തന്നെ ഒന്നും മിണ്ടിയില്ല. തിരുവായിക്ക് എതിർവായില്ലല്ലോ. പിണറായിയുടെ മുമ്പിൽ ഇരിക്കാൻ പോലുമുള്ള ധൈര്യം ഈ മറ്റ് സഖാക്കന്മാർക്ക് ഇല്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ആരെയും വകവയ്ക്കാതെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്.